നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞ റൂബന്റെ കരമടി കയറിയ നെത്തോലി മീനിന്റെ വിശേഷമാണ്. 2-3 ദിവസത്തിനു മുൻപ് നമ്മൾ റൂബന്റെ കരമടി കയറിയ മീനിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ റൂബന്റെ കരമടിയെ പറ്റിയും റൂബനെ പറ്റിയും 1-2 കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ എപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും പറയുന്നത് റൂബന്റെ കരമടി വെള്ളം, റൂബന്റെ കരമടി വെള്ളം, റൂബന്റെ കരമടിയിൽ മീനുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും തോന്നാം വേറെ കരമടി വെള്ളം ഒന്നും വിഴിഞ്ഞത്തില്ലയോ എന്ന് ചോദിക്കാനായിട്ട് ചിലപ്പോൾ സാധ്യത ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഡീറ്റെയിൽ എങ്ങനെയാണ്, നമ്മുടെ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ട് വരുന്നതിന് മുൻപ് ഏകദേശം വിഴിഞ്ഞത്ത് ഒരു 15-ൽ കൂടുതൽ കരമടി വെള്ളക്കാരുണ്ടായിരുന്നു. അപ്പോൾ കാലം കഴിയും തോറും അതിൽ കുറച്ച് കരമടി വെള്ളം നശിക്കുകയും പിന്നെ അവർ പണി ചെയ്യാതെയുമായി. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 5-6 കരമടി വള്ളക്കാർ, അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ട് ആ വരുന്ന ഒരു ടൈമിന് അവർ പാക്കേജും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡ്, അതായത് നമ്മുടെ വലിയടപ്പുറ സൈഡിലൊക്കെ കരമടി ഒന്നും വലിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കരമടിക്കാർ അവരുടെ കാശും വാങ്ങിച്ച് പാക്കേജ് വാങ്ങിച്ചുകൊണ്ട് പോയി. അതിനുശേഷം നമ്മുടെ റൂബന്റെ കരമടി വെള്ളം അവർ പാക്കേജ് കൊടുക്കാത്തത് കാരണമാണ് ഇന്നും നമ്മുടെ വിഴിഞ്ഞത്ത് ഈ റൂബന്റെ കരമടി വെള്ളം മാത്രം ശേഷിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് റൂബൻ. അപ്പോൾ ഇതിനു മുൻപ് റൂബന്റെ അച്ഛൻ നമ്മുടെ സേവ്യറേട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കും കരമടി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ആ 2 കരമടി വെള്ളത്തിൽ ഒരു കരമടി വെള്ളം നശിക്കുകയും ഇപ്പോൾ നിലവിൽ റൂബന്റെ കരമടി വെള്ളം മാത്രമാണ് ഉള്ളത്. അപ്പോൾ റൂബന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, റൂബനെ വിശ്വസിക്കുന്ന കുറച്ച് പണിക്കാർ റൂബന്റെ കൂടെ ഉണ്ട് കേട്ടോ. അവരെപ്പോഴും നമ്മുടെ റൂബന്റെ കൂടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആളുകൾ കുറവാണ്, ഏകദേശം ഒരു 30-35 ആൾക്കാർ മാത്രമാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ കരമടി വെള്ളത്തിലെ ഒരുപാട് മീനുകളൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ഇതൊന്നും വലിച്ചു കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുളുങ്കുടി ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഈ കരമടി വലിക്കുന്നത്. അപ്പോൾ ഒരുപാട് മീനൊക്കെ കയറിക്കഴിഞ്ഞാൽ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ഈ കരമടി മുകളിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ഒരുപാട് മീനുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വള്ളത്തിൽ തന്നെ ഈ മീൻ കയറ്റി നമ്മുടെ വിഴിഞ്ഞ വിഷ്ലാൻഡിൽ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവരും. കുറച്ച് മീനാണെങ്കിൽ ബൈക്കിൽ വെച്ച് അതിന് നമ്മുടെ വിഴിഞ്ഞ വിഷ്ലാൻഡിൽ ലേലത്തിൽ കൊണ്ടുവരും കേട്ടോ.